ഹലോ, ഹായ് കൂട്ടുകാരെ. പിന്നെ അടുത്തൊരു ക്രാഫ്റ്റ് ചെയ്താലോ? അപ്പോൾ ഞാൻ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്, കണ്ടോ? അതും ഒരു പൂവിൻ്റെ ഇതുള്ള പോലെ തന്നെയാണ്. ഇത് പക്ഷേ ഈ ചാർട്ട് പേപ്പറാണ്. ചാർട്ട് പേപ്പറിലാണ് ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത്. കണ്ടോ? 2 ഇഞ്ച് വീതി 2 ഇഞ്ച് നീളത്തിന് സ്ക്വയറായിട്ട് ചാർട്ട് പേപ്പർ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചാർട്ട് പേപ്പർ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 2ആയിട്ട് മടക്കുക, അത് ഒന്നും കൂടെ മടക്കുക, 4ആയി മടക്കണം. മടക്കിയിട്ട് ഈ മടക്ക് വശം, ഈ വശം, ഈ മടക്കി വരുന്ന ഈ വശത്ത് കത്രിക ഇങ്ങനെ ചരിച്ച് ഈ തുമ്പിൽ നിന്ന് ഇങ്ങനെ കറക്കി അപ്പുറത്തെ തുമ്പ് വരെ ഇങ്ങനെ കറക്കി വെട്ടിയെടുക്കുക. അതുകൊണ്ട് ഇങ്ങനെയാണിത് വെട്ടിയെടുക്കുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം. ചാർട്ട് പേപ്പർ 2ആയിട്ട് മടക്കി, അത് ഒന്നുകൂടെ മടക്കി 4ആയി മടക്കി, ആ മടക്ക് ഭാഗം, ഇപ്പുറത്തെ ഭാഗം മുറിക്കരുത്. മടക്ക് ഭാഗം ആ തുമ്പിൽ നിന്ന് മുറിച്ച് ഇങ്ങനെ കറക്കി അപ്പുറത്തെ തുമ്പിൽ കൊണ്ടെത്തിച്ചിട്ട് മുറിക്കുമ്പം ഇങ്ങനത്തെ ഒരു ഇതൾ പോലെ കിട്ടും. ഇങ്ങനെ ഞാൻ ബാക്കിയെല്ലാം മുറിച്ച് വയ്ക്കട്ടെ, കാണിച്ചു തരാമേ. ഇതുപോലുള്ള ത്രെഡ് എടുക്കുക. നൂലായാലും മതി, ഇത് കുറച്ച് കനമുള്ള ത്രെഡാണ്. നൂലായാലും മതി, എടുക്കുക. ചണമായാലും മതി, നൂലില്ലെങ്കിൽ ചണമായാലും മതി, എടുക്കുക. ഇതുപോലെ നമ്മൾ വെട്ടി അന്ന് വെച്ചിരുന്നത് പോലത്തെ ഓരോന്നും എടുക്കുക. ഒന്നെടുക്കുക, അത് തറയിൽ വയ്ക്കുക. അതിൻ്റെ പുറത്ത് ഇതുപോലെ ഇങ്ങനെ പശ പുരട്ടി കൊടുക്കണം. ഇത് മൊത്തത്തിൽ 4 സൈഡും നടുക്കും എല്ലാം ഇങ്ങനെ പശ പുരട്ടി കൊടുക്കണം. ഒരെണ്ണത്തിനകത്ത് പശ പുരട്ടിയിട്ട് ഈ നൂലുണ്ടല്ലോ, ഈ നൂലെടുത്ത് ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുക. കണ്ടല്ലോ? ഇങ്ങനെ വയ്ക്കുക. അടുത്തതെടുത്ത് അതിൻ്റെ പുറത്തെടുത്ത് ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കുക. ഇതിൻ്റെ പുറത്ത് വെച്ച് ആ നൂലിൻ്റെ മണ്ടയിൽ വെച്ച് ഒട്ടിക്കുക. ഒട്ടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും. കണ്ടോ? ഇതുപോലെ കിട്ടും. അതുപോലെ അടുത്തത് എടുക്കുക. അതുപോലെ പശ പുരട്ടുക. ഒട്ടിച്ചൊട്ടിച്ച് മുകളിലോട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പം ഞാൻ അങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് മൊത്തവും ഒട്ടിക്കുന്നത് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് കൂടിപ്പോവും. ഇതിപ്പോൾ 5 എണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏറ്റവും വലിയ ലെങ്ത് എന്ന് പറഞ്ഞാൽ 5 എണ്ണമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചെറുത് 4, അത് ചെറുത് 3, പിന്നെ 2, പിന്നെ 1, ഈ കണക്കിനാണ് ഓരോ നൂലിലും ഒട്ടിക്കുന്നത്. പിന്നെ ഇതൊരു കാർഡ്ബോർഡാണ്. അതിനെ ഞാൻ സർക്കിൾ ചെയ്ത് വരച്ച് കാണുന്നുണ്ട്. വരച്ചിട്ട് ഹോളിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഹോളിലാണ് നമുക്കിത് കുരുത്തെടുക്കാനുള്ളത്. കണ്ട സർക്കിളിൽ. അപ്പം ഈ ഹോളിട്ട് അത് 1 ഇഞ്ച് 1.5 ഇഞ്ച് അകലത്തിലാണ് ഹോളിട്ടേക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ 1 ഇഞ്ച് ഇടുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ സെൻറ്ററിലായിരിക്കണം ചെറുത് ഇപ്പുറത്തോട്ട് ഹോളിടാൻ വേണ്ട. ഇത് ഈ ലെവലിലിട്ട് അതിന്
അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഹോളിൻ്റെ സെൻറ്ററിലോട്ടായിരിക്കണം അടുത്ത ഹോൾ ഇടാൻ, ഇപ്പുറത്തെ സർക്കിളിൽ. ഈ കാർഡ്ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൂലേ, ഐസ്ക്രീമല്ല കേക്ക് വാങ്ങിക്കുന്ന ബോർഡാണേ. കേക്ക് വാങ്ങിച്ച ബോർഡ് ഞാനിവിടെ എടുത്ത് വെച്ചിരുന്ന ആ ബോർഡാണിത്. ഇതുപോലെ ഇടണം, ഇല്ലെങ്കിൽ ഒരു പേസ്റ്റ് ബോർഡിൽ കട്ട് ചെയ്ത് ഇതുപോലെ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ബാക്കി ഒട്ടിച്ചിട്ട് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. എല്ലാം ഇവിടെ കുരുത്ത് ഇവിടെ എല്ലാം കുരുത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് കുരുത്ത് കാണിക്കാം. ഏതാ കാർഡ്ബോർഡിലെല്ലാം ലൈനൊക്കെ ഇട്ട് ലൈൻ വരച്ച് ഹോളുകളെല്ലാം ഇട്ട് വെച്ചിരിക്കുകയാണേ. ഇവിടെ ഹോളിട്ടപ്പോൾ കുറച്ചൊന്ന് പൊത്തുപോയി, അത് കുഴപ്പമില്ല. ഇതെല്ലാം ചെയ്ത് തരുമ്പോൾ അതങ്ങ് മറയും. അപ്പം നമുക്കത് സെറ്റ് ചെയ്ത് കാണിക്കാം. അങ്ങനെ ഒരെണ്ണം ഒരു റൗണ്ട് കുരുത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടും കുരുത്തെടുത്തിട്ട് കാണിച്ചു. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെയ്തതാ ഇത് ചെറുത്, അതിനേക്കാളും വലുത് അതിൻ്റെ അകത്തോട്ട് ചെയ്തത്. ഇത് 3, ഇത് 4, രണ്ടാമത്തെ തൊട്ട് 4 ഉണ്ട്, 4 ലെയർ. ഇനി അടുത്തത് 5-മത്തതാണ് ഇടുന്നത്. 5-മത്തെ ലെയറാണ് ഇനി ഇടാൻ പോകുന്നത്. കണ്ടോ, 5-മത്തെ ലെയർ ഇട്ടിട്ട് കാണിക്കാം. ഇപ്പോൾ കണ്ടോ, 3-മത്തെ ലെയറും 3-മത്തെ വരിയും കുരുത്ത്. ഇത് 3, രണ്ടാമത്തെ 4, 3-മത്തെ 5. ഇനി അടിയിൽ ഒരു ഇതും കൂടെ കുരുക്കാനുണ്ട്, 6-മത്തെ ഒറ്റൊരെണ്ണം. കണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി 6-മത്തെ കൊടുത്ത് പൂർത്തീകരിച്ചിട്ട് കാണിച്ചു തരാം. ഹലോ കൂട്ടുകാരെ, കണ്ടോ ക്രാഫ്റ്റ് ഞാൻ ചെയ്തെടുത്തത്. നമുക്ക് അടിപൊളിയായിട്ട് വീടുകളിൽ തൂക്കിയിടാൻ പറ്റിയ അടിപൊളി ഒരു ഹാങ്ങിങ് ആണ്. ഇടാൻ മുകളിൽ വന്ന നൂലുകളെല്ലാം ഞാൻ തലമുടി പിന്നും പോലെ പിന്നലെടുത്ത് ഇങ്ങനെ കെട്ടിയിട്ടേക്കണം. നടുക്കത്തേൽ ഒരു മുത്ത് കൊടുത്തിരിക്കുകയാണ്. കണ്ട അടിപൊളി ക്രാഫ്റ്റാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ, ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയായിട്ട് നമുക്ക് വീടുകളിൽ കാശ് കൊടുത്ത് വാങ്ങാതെ വെറും ഒരു 10, 15, 20 രൂപയുള്ളൊരു ചാർട്ട് പേപ്പർ വാങ്ങിക്കും. പിന്നെ ഏത് നൂലായാലും മതി. എന്താ ഒരു 50 രൂപയിൽ നമുക്കിതുപോലെ അടിപൊളി ക്രാഫ്റ്റ് ഉണ്ടാക്കി നമുക്ക് ഹാങ്ങിങ്ങായി തൂക്കിയിടാൻ പറ്റും. ഇതുപോലെ പറഞ്ഞാൽ ഞാൻ അടിപൊളിയാണ് ഹാങ് ചെയ്തിട്ടേക്കുന്നുണ്ട്. സൂപ്പറാണ്. ഇത് വേറൊരു കളർ പച്ച. ഇത് വേറൊരു ഹാങ്ങിങ്ങാണ് ഞാൻ ഉണ്ടാക്കി തൂക്കിയിരിക്കുന്നത്. അതൊക്കെ എന്തൊരു ഭംഗിയാണ് നോക്കിയാൽ നമ്മുടെ വീടുകളിൽ തൂക്കിയിട്ട അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സഹായിക്കണം. ലൈക്കും ചെയ്യണേ. താങ്ക് യു.